ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പാലക് സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഗ്രീൻ കളറിലുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണിത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് അധികം താമസിപ്പിക്കേണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാമോളം പാലക എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് റഫ്ലി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ചെറുതായിട്ടൊന്നും അരിയൊന്നും വേണ്ട. അപ്പം നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ജീരകമാണ്. ഒരു 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടുന്നത് സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ പാലക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പാലക് ചീര ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ആഡ് ചെയ്ത പാലക്ക് അങ്ങ് ഒരുപാട് കുക്കാവുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാലക്ക് ഒരുപാട് കുക്കാക്കണ്ട. ഓവർ കുക്കായാൽ അതിനകത്തുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ല്യൂട്ടിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പാലക്കിനകത്ത് ഹൈ എമൗണ്ടിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം പാലക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഞാൻ കുറച്ച് ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ബദാം ചേർത്ത് കൊടുക്കാം. ഒരു പിടി ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ പാലക്കിൻ്റെ കളറൊക്കെ നല്ല ഗ്രീൻ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ കട്ടയൊന്നുമില്ല നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം അരച്ചെടുത്ത ഈ മിക്സ് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആ പാനൊന്ന് ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ആ അരച്ചെടുത്ത മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാകും. അതുവരെ നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്കിതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ ഞാൻ ഒരു നുള്ള് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടുന്നത് ഒറിഗാനോയാണ്. ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ സൂപ്പിലോട്ടൊന്ന് ഇറങ്ങി കിട്ടുന്നിടം വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ സൂപ്പിനകത്ത് നമ്മൾ ഓട്സൊക്കെ അരച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഒരുപാട് തിളച്ച് പൊങ്ങുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ട് കൊമളകളൊക്കെ വരുന്നിടം വരെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാലക് സൂപ്പിന് ചെറുതായിട്ടൊരു കയ്പുണ്ടാകുന്നതാണ്. അത് നമുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കഴിപ്പാണ്. പക്ഷേ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്വീറ്റ് കോണോ ബ്രോക്കോളിയൊക്കെ അതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ബ്രെഡൊക്കെ ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ട് മുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാലക് സൂപ്പ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഡിന്നറിനായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.